ഇനിയും IPL 2025 സീസണില് CSKക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? Their chances in this tournament are done. ഇനി അവരുടെ സാധ്യത വളരെ ടഫാണ്. അവർ കളി പകുതിയായിട്ടും ടേബിളിന്റെ 10ാം നമ്പറുകാരായിട്ടാണ് നിൽക്കുന്നത്. നെറ്റ് റൺ റേറ്റ് -1.3 ആണ്. ഇനിയും വരുന്ന എല്ലാ കളിയും ജയിച്ചാലും നെറ്റ് റൺ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ചാൻസസ് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ വലിയൊരു മിറാക്കിൾ അവിടെ സംഭവിക്കണം. ഇന്നലെ ഇന്നിങ്സ് ഇൻ സ്ലോ മോഷൻ ആയിരുന്നു. കാരണം 10 ഓവർ കഴിഞ്ഞപ്പോ 70 റൺസിന് 3 വിക്കറ്റ്. പവർ പ്ലേയിൽ തന്നെ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ചെന്നൈ കളിക്കുന്നത് ഇതിപ്പോ ഈ സീസണിൽ 4ാമത്തെയോ 5ാമത്തെയോ തവണയാണ്. മോഡേൺ ഡേ T20 ക്രിക്കറ്റില് ചെന്നൈ കളിക്കുന്ന ഈ സ്ട്രൈക്ക് റേറ്റ് ശരിക്കും പറഞ്ഞ ഒരു ക്രൈമാണ്. ഇന്നലെ 17 വയസ്സുള്ള ഒരു പയ്യൻ T20 ക്രിക്കറ്റ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞ ചെന്നൈക്ക് കാണിച്ചു കൊടുത്തു. CSKയുടെ തന്നെ ടീമംഗമായ ആയുഷ് മാത്രയായിരുന്നു ആ 17കാരൻ. ഇതിന് തൊട്ടു മുന്നുള്ള ഇന്നിങ്സിൽ ഷെയ്ഖ് റഷീദും കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനെയാണ് T20 കളിക്കേണ്ടതെന്ന്. ഇന്നലത്തെ ഇന്നിങ്സിൽ ആയുഷ് മാത്രേ ഔട്ടായ ശേഷം 2-3 ഓവറിൽ റൺസേ ഇല്ല. ബ്ലോക്കിംഗ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നു. ഡോട്ട് ബോളിന് പുറമെ ഡോട്ട് ബോൾ. ഇനിയും ചെന്നൈ നഗരം മാത്രമല്ല ഇന്ത്യ മുഴുവനും മരങ്ങൾ വെക്കാനാണോ CSKയുടെ പ്ലാൻ? ശരിയാണ്, മാച്ച് തീരുമ്പോഴത്തേക്കും ജഡേജയും ദുബൈയും 50 അടിച്ചിട്ടുണ്ട്. പക്ഷേ വാങ്ഡേ പോലെയുള്ള ഒരു പിച്ചില് 200-ന് മേലെ സ്കോർ എടുത്താലേ ടീമിന് ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതിന്റെ കൂടെ സെക്കൻഡ് ബാറ്റിംഗിൽ ഡ്യൂവും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇന്നലത്തെ ഇന്നിങ്സിൽ ജഡേജയും ദുബൈയും മിഡിൽ ഓവേഴ്സിൽ കുറച്ചുകൂടെ അഗ്രസീവായി കളിച്ചിരുന്നുവെങ്കിൽ കളിയുടെ ഗതി മാറ്റിവിടാൻ അവർക്ക് കഴിയുമായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ MS ധോനി CSKക്ക് വേണ്ടി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങള് ഈ സീസണിൽ എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കാം, ഇല്ല എങ്കിൽ പേടിക്കേണ്ട, അടുത്ത സീസണിൽ നമുക്ക് കളി തിരിച്ചു പിടിക്കാമെന്ന്. ഒരു ക്യാപ്റ്റൻ തന്നെ ഇങ്ങനെ പറയുമ്പോ നമ്മളൊന്നും ഇനിയും CSKക്ക് വേണ്ടി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. CSKയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം 5 പ്രാവശ്യം കപ്പിൽ മുത്തമിട്ടവരാണ്. ഇപ്പോ 10ാം നമ്പറുകാരായി ക്രിക്കറ്റ് പ്രേമികളുടെ അത്രയും വിമർശനങ്ങളും ഏറ്റ് എഴഞ്ഞെഴഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുന്നു. അടുത്ത സീസണിലേക്ക് പ്രതീക്ഷിക്കാൻ അവരുടെ യങ് ബ്ലഡ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കാം അവരുടെ ക്യാപ്റ്റൻ ധോനി അങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞത്. അത് സത്യമായിരിക്കട്ടെ. നെക്സ്റ്റ് സീസണിലൊക്കെ അവരുടെ പഴയ പ്രതാപം ഇവരുടെ യങ് ബ്ലഡ് വന്ന് തിരിച്ചു പിടിക്കട്ടെ.